രാഹുൽ ഗാന്ധി ഇന്ന് ഹിന്ദുക്കളെ ആക്ഷേപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഹിന്ദുക്കളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ BJP ആക്ഷേപിക്കുന്നതിന് തുല്യമാകുമല്ലോ എന്നായിരിക്കും അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം ഹിന്ദുത്വത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം ഉപോത്ബലകമാക്കിയിരിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം എന്ന് പറയുന്നത് പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ രക്ഷന്തി സ്ഥവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ്. അതായത് കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സ്ത്രീയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്നത്. അപ്പം സംരക്ഷിക്കപ്പെടണം, സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ അവളെ അടിമകളാക്കുക എന്നുള്ളതല്ല, അവർക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ലിബർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ളത് കൊണ്ട് അവളുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിലും അവൾക്ക് സംരക്ഷണമില്ലാതെ ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വതന്ത്രം, അതായത് സ്വന്തം തന്ത്രം എന്നാണ്. അന്ന് തന്ത്രം എന്നാൽ സംരക്ഷണ സംവിധാനം, ജീവിത നിർവഹണത്തിനുള്ള കരുക്കൾ, അത് നീക്കുക എന്നുള്ളതാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൊണ്ട് സ്വന്തം തന്ത്രം, ഒറ്റയ്ക്ക് സ്ത്രീ മെനയരുത് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവർക്ക് ഫ്രീഡമില്ല, ലിബർട്ടി ഇല്ല എന്ന അർത്ഥത്തിൽ അല്ല. ഇനി രണ്ടാമത്തേത്, രക്ഷതി എന്നാൽ അടക്കി ഭരിക്കലല്ല. രക്ഷതി എന്ന് വെച്ചാൽ സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ്. പൊസസ് ചെയ്യണം എന്നല്ല, അടിമയാക്കി വെക്കണം എന്നല്ല. അന്ന് യുദ്ധവും കാട്ടുമൃഗങ്ങളും സാമൂഹിക സുരക്ഷിതത്വമില്ലായ്മയും ഉള്ള കാലത്ത് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് വിടുന്നത് അപകടകരമായിരുന്നു. അതുകൊണ്ടാണ് ഈ നിയമം. നമുക്കറിയാം, ഇന്നും നമ്മൾ സ്ത്രീകളെ തനിച്ച് എങ്ങും വിടുന്ന ഒരു സ്വഭാവമില്ല. എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഒരുക്കിയിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. ഇനി മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുസ്മൃതിയാണോ ഹിന്ദുത്വം? മനുസ്മൃതി ഹിന്ദുമതത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമല്ല, അത് ഒരു സ്മൃതിയാണ്, അല്ലാതെ ശ്രുതി അല്ല. ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് കിട്ടിയ ദർശനങ്ങൾ, അവർക്ക് കിട്ടിയ വചനങ്ങൾ, അതാണ് ശ്രുതികൾ. അതിനകത്ത് യാതൊരു അഴിവുമില്ല, മാറ്റപ്പെടാവുന്നതുമല്ല. മറിച്ച് സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് എടുക്കുന്നവയാണ്. അവയെ കാലോചിതമായി മാറ്റേണ്ടതാണ്, മാറേണ്ടതാണ്. അത് നിയമങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും സ്ത്രീകളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, സംരക്ഷണമില്ലാത്തൊരു സ്ഥിതി ഉണ്ടാകാനും പാടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമുക്കറിയാം, ഈ മനുസ്മൃതിയിലെ ഈ ശ്ലോകം സായിപ്പ് മറ്റൊരർത്ഥത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലൂടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. സായിപ്പ് ഇത് അറിഞ്ഞിട്ടാണോ ഇല്ലയോ എന്നറിയില്ല. സായിപ്പ് കൊണ്ടുവന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 488-ാം വകുപ്പ് അനുസരിച്ച് പറയുന്നത്, ഒരു ഹസ്ബൻഡ് ഹാസ് ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഭർത്താവ് ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കണം. അത് പിന്നീട് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അമെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ സർക്കാർ അമെൻഡ് ചെയ്തപ്പോൾ അവിടെ എ ഹസ്ബൻഡ് ഹാസ് ടു പ്രൊട്ടക്റ്റ് ഹിസ് വൈഫ്, ചിൽഡ്രൻ ആൻഡ് പേരൻസ്. ഇപ്പം ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും കൂടി സംരക്ഷിക്കണം എന്ന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമ്മൾ അമെൻഡ് ചെയ്തു. നമുക്കറിയാം എത്ര കേസുകളാണ് ഇന്ത്യയിലെമ്പാടും ചെലവിന് കിട്ടാനുള്ളത് നടക്കുന്നത്. അത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മനുസ്മൃതി നിയമമായിരുന്നു അന്നത്തെ നിയമം. പിന്നീട് സായിപ്പുട ഭരിക്കുമ്പോൾ
അതേ മനുസ്മൃതി തന്നെ, അതേ നിയമം തന്നെയാണ് ഇവിടെ ഈ വിഷയത്തിൽ അനുകരിച്ചു വന്നിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ മനു കണ്ട കാര്യങ്ങൾ സായിപ്പ് കണ്ടു. മനുസ്മൃതി വായിച്ചിട്ടല്ല. ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ സ്ത്രീയും കുട്ടികളും സുരക്ഷിതരായിരിക്കണം എന്നുള്ള ആ മനുവിൻ്റെ സങ്കല്പം സായിപ്പും കണ്ടു, അതുവരെ നടപ്പിലാക്കി. അല്ലാതെ ഇത് സ്വാതന്ത്ര്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ഒരു അവിടെ എപ്പോഴും പുരുഷൻ്റെ അടിമയായിരിക്കണം എന്നുള്ള അർത്ഥമല്ല, പുരുഷൻ്റെ സംരക്ഷണയിലായിരിക്കണം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് വെറും വിഡ്ഢിത്തം തന്നെയാണ്. ഇതേ മനുസ്മൃതിയിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. മനുസ്മൃതിയിലുള്ളതാണ്. എവിടെയാണ് സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യം, സന്തോഷം, കളിയാടും എന്നാണ്. ഇതിൽ നിന്നും മനുസ്മൃതി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ സ്ത്രീയെ ഒരിക്കലും അടക്കി ഭരിക്കുകയോ ആരെങ്കിലും പൊസസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതിയല്ല. അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. സ്ത്രീ എന്നും ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് മനുസ്മൃതിയും പറയുന്നത്.